തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിയ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് തള്ളി മനുഷ്യാവകാശ കമ്മീഷൻ. രോഗിയെ പുറത്തേക്കിറക്കിയ സമയവും തീയതിയും രേഖപ്പെടുത്താതെ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഈ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ തള്ളിയതിനോടൊപ്പം എന്താണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റിൽ രോഗി 42 മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ ഈ ആശുപത്രി സൂപ്രണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ട് അത് അപൂർണമാണെന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ജൂലൈ 13 ഉച്ചയ്ക്കാണ് ഈ ലിഫ്റ്റിൽ രവീന്ദ്രൻ നായർ എന്ന രോഗി അകപ്പെട്ടത്. ഇത് പുറത്തിറക്കിയ സമയവും തീയതിയും രേഖപ്പെടുത്താതെ ഈ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച രീതി ശരിയായ നടപടിയല്ലെന്നും ഇത് ഗൗരവമായി കാണുമെന്നുമാണ് കമ്മീഷന്റെ നിരീക്ഷണം. ഈ ലിഫ്റ്റിൽ നിന്നും ഇറക്കിയ സമയവും തീയതിയും വ്യക്തമാക്കി ഒരു തുടർ റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും ഈ കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ മെഡിക്കൽ കോളേജ് അന്നേ ദിവസം ആശുപത്രി എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണം. അന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമായിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനകം ഒരു തുടർ റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.